ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു ഗിഫ്റ്റുമായിട്ട് തന്നെയാണ്. ഗിഫ്റ്റ് എന്താന്നുള്ളതല്ല, യെസ്, ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന നമ്മളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ എങ്ങനെയാണ് വ്യക്തമായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി പഠിക്കേണ്ടത്, ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് ഉണ്ട്, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ സിലബസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പോർഷൻ ആണ് പഠിച്ചു തുടങ്ങുന്നത്, അതിനൊരു ക്ലാരിറ്റി വേണം. അതായത് നമ്മൾ എന്തൊക്കെയോ എല്ലാ ദിവസവും പഠിക്കുന്നു, കുറച്ച് ദിവസം പഠിക്കുന്നില്ല. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ ഒരു അപഹർഷതാബോധം തോന്നുന്നു, ഞാൻ ഈ പഠിക്കുന്ന പോലെ മതിയോ, എനിക്ക് അവിടെ നിന്ന് പഠിക്കേണ്ട, ഇത് പഠിക്കുന്നു, ഓരോ വീഡിയോസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടൊരു പ്ലാൻ ഇല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ ദിവസങ്ങൾ നീണ്ടു പോവുകയും ചെയ്യും. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെ ആയിരിക്കും പോകുന്നത്, അല്ലെ? റാങ്ക് ഫയൽ എടുത്ത് വെച്ചിട്ട് വെറുതെ ഫസ്റ്റ് പേജ് തൊട്ട് ഇങ്ങനെ വായിച്ച് പഠിച്ചു തുടങ്ങുന്നു, അല്ലെ? SART പഠിക്കണോ, റാങ്ക് ഫയൽ പഠിക്കണോ, യൂട്യൂബിലെ ക്ലാസ്സസ് കാണുന്നു, അപ്പൊ ഇതിന്റെ കണ്ടന്റ് കുറവാണോ, അപ്പൊ ഇത്രയും മതിയോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആകെപ്പാട് എന്താകും, സ്ട്രെസ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെ? അപ്പൊ പ്രോപ്പർ ആയിട്ട് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം 100 മാർക്കിന്റെ പരീക്ഷയാണ്, അതെല്ലാവർക്കും അറിയാലോ, അല്ലെ? 100 മാർക്കിന്റെ പരീക്ഷാ അടിസ്ഥാനത്തില് ഓരോ വിഷയങ്ങൾക്കും തന്നിരിക്കുന്ന വ്യക്തമായ മാർക്ക് വിതരണം ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കണം. സിലബസ് പ്രിന്റ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. ഓരോന്നിനും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ധാരണ വ്യക്തമായിട്ട് ഉണ്ടാക്കണം, അല്ലെ? നമുക്കറിയാം, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, അല്ലെ? അതിൽ തന്നെ ഹിസ്റ്ററി 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോഗ്രഫി, ബേസിക്സ്, ഫിസിക്കൽ ജോഗ്രഫി വരുന്നുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി വരുന്നുണ്ട്, കേരള ജോഗ്രഫി വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ പഠിക്കാനായിട്ട് നിങ്ങൾ റാങ്ക് ഫയൽ എടുത്ത് വെച്ചു, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഹിസ്റ്ററിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതായത് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക, നമുക്ക് ഒരുപാട് വാസ്റ്റ് ആയിട്ട് അവിടെ പഠിക്കാൻ കിടക്കാണ്. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ട്, അതുപോലെ വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. എങ്കിൽ ഇതിൽ നിന്ന് വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്? അത് 5 മാർക്കാണ്. ഈ 5 മാർക്കിന്റെ 3 ഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ എത്ര മാർക്ക് വെച്ച് അവിടെ നിന്ന് വരുന്നുണ്ട് ഒന്ന് ഓർത്ത് നോക്കിക്കേ, അല്ലെ? 1 മാസം 2 മാസം നിങ്ങൾ ഹിസ്റ്ററി കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് മാത്രം കൊണ്ട് ഇരിക്കേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കിന്റെ ഭാഗം മാത്രമാണ്. അപ്പോ അതില് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയ ഒന്ന് നോക്കിക്കേ. നിങ്ങൾ ഫസ്റ്റ് നോക്ക്, നമുക്കിവിടെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കിന്റെ വരുന്നുണ്ട്. അതുകൂടാതെ ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും എത്ര വരുന്നുണ്ട്? 6 മാറും 12 മാർക്കാണ് എവിടെ വരുന്നത്? സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, അല്ലെ? ഇനി ബാക്കി നോക്കിക്കഴിഞ്ഞാല് ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്ക്. അപ്പൊ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? കറണ്ട് അഫേഴ്സ് ആണ്. 20 മാർക്കിന് കറണ്ട് അഫേഴ്സ് ആണ് വരുന്നത്, അല്ലെ? ഇനി അതുപോലെ തന്നെ മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇവിടെ നോക്കിക്കേ, അപ്പം മാത്സ് നമ്മൾ എഴുതാണ്, അതായത് മാത്സും മലയാളവും ഇംഗ്ലീഷും ഇതെല്ലാം കൂടി ചേർത്ത് 30 മാർക്ക് ഞാൻ ഇവിടെ എഴുതാണ് കേട്ടോ. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എത്രയാണ്? 30 മാർക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ 30, 50, 62 മാർക്കാണ് ഇത്രയും വിഷയങ്ങളിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ പഠിക്കേണ്ടത് ഏതിനു വേണ്ടിയിട്ടായിരിക്കണം? ഈ 5 മാർക്കിന്റെ ഹിസ്റ്ററി, ജോഗ്രഫി അതുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഏറ്റവും ആദ്യം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട എവിടെ നിന്നാണ്? കറണ്ട് അഫേഴ്സ്, അതുപോലെ സയൻസ് വിഷയങ്ങള്, അതുപോലെ നമ്മളുടെ മാത്സ്, മലയാളം, ഇംഗ്ലീഷിൽ നിന്നാണ്. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് എക്സാം എന്താണ്? ഈ മാസം, ഈ ഇയർ ലാസ്റ്റിലേക്കൊക്കെ ആയിരിക്കും വരുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പഠിച്ചു തുടങ്ങേണ്ടത് 2025 മുഴുവൻ കറണ്ട് അഫേഴ്സും 2026 എക്സാമിന് മുൻപ് 6 മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വ്യക്തമായിട്ടും പഠിച്ചു തുടങ്ങേണ്ടത്. അപ്പോ നിങ്ങൾ 2025 ജനുവരി മാസത്തെ കറണ്ട് അഫേഴ്സ് എടുത്തു വെച്ച് ഏറ്റവും നല്ലത് പത്രവാർത്തയാണ്. ഓക്കെ, നമ്മളുടെ ചാനലിൽ, ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഒരു ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സും ഡെയിലി കറണ്ട് അഫേഴ്സ് അതുപോലെ സ്റ്റഡി നോട്ട്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ സൗജന്യമായിട്ട് നമ്മുടെ ക്ലാസ് നമ്മൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്.
അപ്പോൾ 2025 പത്രങ്ങൾ, അതായത് പത്രവാർത്ത ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള PDF നോട്ട്സ് കറണ്ട് അഫയേഴ്സ് നമ്മൾ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പം അത് തൊട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റെഗുലർ ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വാർത്ത കാണുകയാണ്, ഇപ്പൊ ഏതെങ്കിലും പുതുതായിട്ട് നമുക്കൊരു നാഷണൽ പാർക്ക് വരികയാണ്, അങ്ങനെ വരുമ്പോൾ അതിന്റെ പേര് പഠിച്ചു വെക്കുക. അതിന് മുൻപുള്ളത് ഏതായിരുന്നു, അത് ആദ്യത്തെ നാഷണൽ പാർക്ക് എവിടെയായിരുന്നു, പിന്നെ ഇതിപ്പോ മധ്യപ്രദേശ് ആണ് ഒരു പുതിയ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ ജോഗ്രഫിയുടെ ഏരിയാസ് കുറെ അവിടെ കവർ ചെയ്ത് പോകും അല്ലെ. ഇനി അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം മുഹറം ശതാബ്ദി വരുന്നുണ്ട്. ഓരോ ആളുകൾ തമ്മിൽ കണ്ടുമുട്ടിയത് ഒരാൾ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ജനുവരി 9 ഇപ്പൊ എന്താണ് ഭാരതീയ ദിവസമാണ്. അപ്പൊ ആ ദിവസമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ ആ ദിവസമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിങ്ങൾ GK തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട് അല്ലെ. ഇനിയിപ്പോ പുതുതായിട്ട് ഏറ്റവും ഉയരം കൂടിയ പാലം നിലവിൽ വരുന്നു എന്നൊരു വാർത്ത കാണുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അത് ഏത് നദിയുടെ പോഷക നദിയാണ്, നദിയുടെ ഉത്ഭവം എവിടെയാണ്, തുടങ്ങിയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ജോഗ്രഫിയും ഓൾമോസ്റ്റ് നിങ്ങൾ പഠിച്ചു പോവാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് ജനുവരി മുതൽ ഡിസംബർ വരെ നല്ല വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കുക. അതുപോലെ ഒരു ദിവസം നിങ്ങൾ ഒരു 5 മണിക്കൂറോ 8 മണിക്കൂറോ ഒന്നും നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ദിവസം ഫസ്റ്റ് സ്റ്റാർട്ടിങ് പഠിക്കാൻ പറ്റില്ല. അപ്പം അതില് ഒരു ദിവസം നിങ്ങളുടെ ടൈം ടേബിളിൽ നിങ്ങൾ പഠിച്ചു പോകേണ്ട വിഷയം ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് ഈ 62 മാർക്കിന് വേണ്ടി ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ അതില് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നീട് സയൻസിനകത്ത് നോക്കിക്കേ, ഫിസിക്സിന് 3 മാർക്ക്, കെമിസ്ട്രിക്ക് 3 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമാണ് 6 മാർക്ക്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്ത് പഠിച്ചു തുടങ്ങണം, സയൻസിൽ തന്നെ ബയോളജി പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കാം. ബയോളജിയിൽ നിങ്ങൾ പഠിക്കുന്നത് ഇപ്പൊ ഫസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ വിറ്റമിൻസ്, നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ 2025 നോക്കി കഴിഞ്ഞാലും വിറ്റമിൻസിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും അല്ലെ. അതുപോലെ സ്കീമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ സ്കീംസ് നോക്കണം. അപ്പൊ സ്കീമുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ റെഗുലർ ആയിട്ട് നിങ്ങൾ ബയോളജി ഇപ്പം ഈ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇനി SCERT ഓരോ ചാപ്റ്റർ വെച്ച് പഠിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതും ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിവുണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യുക, ഇപ്പൊ വിറ്റമിൻസിന്റെ ഒരു പോർഷൻ നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അതിന്റെ സെയിം ടെക്സ്റ്റ് ബുക്ക് SCERTയിലെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വിറ്റമിൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നതെന്ന് നോക്കിയിട്ട് ആ ചാപ്റ്റർ എന്ത് ചെയ്യണം, നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പം ആ SCERTയും എന്ത് ചെയ്യുന്നുണ്ട്, സൈമിൾട്ടേനിയസ്ലി നിങ്ങളുടെ സ്റ്റഡി കൂടെ പഠനമായിട്ട് പോകുന്നുണ്ട് അല്ലെ. ഇനി അതുപോലെ തന്നെ അടുത്തത് മാത്സ് ചെയ്ത് പഠിക്കുക. ഏറ്റവും ബേസ് ആയിട്ടുള്ള മാത്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി കൂട്ടുക കുറയ്ക്കുക, ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണെങ്കിൽ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നിങ്ങൾ പോവേണ്ടത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഏകദേശം ഒരു 2 മാസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ അതിനുശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. 2025 PSC ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യപേപ്പറൊക്കെ നമ്മളുടെ ടെലഗ്രാമിൽ നമ്മൾ ഡെയിലി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും, ക്വസ്റ്റിന്റെ പാറ്റേൺ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് എവിടെയാണ് നമ്മൾ 62 മാർക്കിന്റെ ഏരിയാസ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അടുത്ത് നോക്കേണ്ടത് എക്കണോമിക്സിൽ തന്നെ നമുക്ക് 5 ഇയർ പ്ലാൻസ്, അതുപോലെ തന്നെ RBI ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. എക്കണോമിക്സും ഭരണഘടനയും നോക്കുക, 10 മാർക്ക്. അപ്പൊ അവിടെ 72 മാർക്കിനുള്ള പഠനമായി നിങ്ങൾ അടുത്തതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. ഇനി അതിനുശേഷം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സ്കിപ്പ് ആക്കാനായിട്ട് പാടില്ല. അപ്പം 77 മാർക്ക് നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ കലാ കായിക സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ കൂടെ കൂടുതലായിട്ട് നോക്കുക. റീസെന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അവാർഡുകൾ, കലാമേഖലയില്, സാഹിത്യ മേഖലയില്, അതുപോലെ തന്നെ എന്താണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നോക്കുക. അപ്പൊ 25 മാർക്ക് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കലാ കായികം എന്ന് പഠിക്കുന്നേക്കാളും കറണ്ട് അഫയേഴ്സിന്റെ കൂടെ പോവുകയാണെങ്കിൽ അത് സെറ്റ് ആണ്. അപ്പം +5 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ചരിത്രമൊക്കെ നോക്കണം. ചരിത്രം നോക്കുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ കറണ്ടായിട്ട് വരുന്ന ഒരു റീസെന്റ് ആയിട്ടുള്ള അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, 1857 റിവോൾട്ടുകൾ, പിന്നെ ജോഗ്രഫി പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് കേരള ജോഗ്രഫിയാണ്. വളരെ ചെറിയ ഭാഗമാണ് കമ്പാരിറ്റീവ്ലി പറയുമ്പോൾ. അപ്പൊ ആദ്യം അവിടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു പോവുക.
ഓരോ സിലബസിൽ പറയുന്ന ഓരോ ടോപ്പിക്കും നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം, SCERT എടുത്ത് വെച്ചിട്ട് ആ ചാപ്റ്റർ വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വ്യക്തമായിട്ട് പഠിച്ചു പോവുക. അല്ലാതെ നിങ്ങളിപ്പം എന്തോ എവിടെന്നോ എന്ന് പഠിച്ചു പോകുമ്പോൾ ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് വഴി നിങ്ങൾക്ക് റെഗുലറായിട്ട് ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നമ്മൾ 150 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിലും ബെവ്കോ LDC ആണെങ്കിലും കമ്പനി ബോർഡ് LGS ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ക്ലാസ്സിനകത്ത് ഇതിന്റെ പ്രിലിംസ് ക്ലാസ്സും VFAയുടെ സെപ്പറേറ്റ് ക്ലാസ്സും നമ്മുടെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. ഇനി മറിച്ച് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ബയോളജിയുടെ ക്ലാസ്, പിന്നെ നമുക്ക് വരുന്ന GKയുടെ ഒരു സെഷൻ, ഒരു മാത്സിൻ്റെ ഒരു സെഷൻ, അത് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ബോർ അടിപ്പിക്കാത്ത രീതിയിൽ ഒരു ദിവസം ക്ലാസ് പ്രത്യേകം നമ്മൾ അറേഞ്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഈ പഠിച്ച കാര്യങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ഡെയിലി എക്സാമും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾക്ക് പറയുന്ന പോലെ തന്നെ SCERTയുടെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട്, അതായത് നമുക്ക് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ചാപ്റ്റർ വൈസ് ആയിട്ട് SCERT അതിൻ്റെ മോക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ എക്സാമിന് ഇനി ഒരുപാട് ദിവസം മുന്നിലുണ്ട്. ഇപ്പോഴേ മുതൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇത് പഠിച്ചു പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാനും ജോലിയിൽ കയറാനുമായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.